നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കുറേ ദിവസം വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകേണ്ട ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നൊരു അൺബോക്സിംഗ് ആണ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളിന്നൊരു LED റോൾ സ്ട്രിപ്പാണ് കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമുക്കപ്പോൾ ഒന്ന് ഇത് തുറന്നു നോക്കാം. സംഭവം ഇതിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ വരണുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സൈഡിൽ നമ്മളിത് ഇതിനടപ്പ് നമുക്ക് ഇത് അടച്ചിരിക്കുന്ന ഭാഗം നമുക്ക് തുറക്കാം. ഓക്കെ, നമ്മളിത് തുറന്നെടുക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു പാക്കേജിങ്ങിലാണ് ലൈറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഗൈസ് അടിപൊളിയായിട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അവിടെ റിമോട്ട് കിട്ടുന്നുണ്ട്, ഒരു റിസീവർ ബോർഡ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു അഡാപ്റ്ററും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കേട്ടത് ലൈറ്റും. ഇതിൽ 300 LED വരണുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല 300 LED വരണുണ്ടെന്ന്. നമുക്കപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അഡാപ്റ്റർ നോക്കാം. നമുക്ക് അഡാപ്റ്റർ നോക്കാം എത്ര വാൾട്ടിൻ്റെ ആണെന്ന്. അഡാപ്റ്റർ വരുന്നത് ഒരു മിനിറ്റ് ഫോക്കസ് ചെയ്തിട്ട് അഡാപ്റ്റർ പറഞ്ഞത് 12 വോൾട്ട് 2 ആംപിയറാണ് ഈ അഡാപ്റ്റർ പറഞ്ഞത്. അതായത് നമ്മുടെ ബോർഡ്, അതായത് ഈ റിസീവർ, ലൈറ്റ് റിസീവർ, ഇത് നമുക്ക് നോക്കാം എത്ര ഔട്ട് ഇതിനകത്ത് നിന്ന് വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ ആവുന്നില്ലല്ലോ. അതേ കണ്ടോ, 12 വോൾട്ടാണ് കേട്ടോ. 12 വോൾട്ട് ഔട്ടാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. 6 ആംപിയർ മാക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈറ്റ് നോക്കാം. അതിന് മുമ്പ് നമുക്ക് റിമോട്ട് നോക്കാം. ഇതാണ് നമ്മുടെ റിമോട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ളൊരു ക്യാപ്പ്, അതായത് ഈ ഷീറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാറ്ററി വർക്കാവത്തുള്ളൂ. നമുക്ക് ഇനി റിമോട്ട് നോക്കാം കണ്ടോ. ഇതാണ് റിമോട്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിമോട്ട് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ലൈറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ലൈറ്റ് കേട്ടോ. 300 LED വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല 300 LED വരുന്നുണ്ടെന്ന്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ലൈറ്റ് വന്നിരിക്കുന്ന കണ്ടോ. എന്തായാലും ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ചുമരിൽ വാൾസിലായാലും എവിടെയായാലും നമ്മുടെ ഈ ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ ഈ TV-യുടെ ബാക്കിലോ നമുക്ക് എവിടെയാണോ ഇത് അറേഞ്ച് ചെയ്യാമോ അവിടെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇതാണ് കണക്ഷൻസ് വരുന്നത്. 4 പിന്നാണ് വരുന്നത് ഇതിൽ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഒന്ന് വർക്കാക്കി നോക്കാം ഫ്രണ്ട്സ്. അങ്ങനത്തെ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ ബോക്സിനകത്ത് വരുന്നത്. 4 ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇത് ബോക്സിനോട് കിട്ടിയത് ഈ ഒരു മാനുവലാണ്. ഇത് മാനുവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കളർ ഓപ്ഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാം എന്നെല്ലാം ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിത് ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് മാത്രം നോക്കാം. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വിച്ച് ബോർഡ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്കങ്ങനെ നമ്മളിത് ഇതിലുള്ള പിന്നുണ്ട് കേട്ടോ. അതായത് ചുറ്റി വെച്ചിരിക്കുന്ന പിന്നെ നമുക്ക് ഇളക്കാം ഫ്രണ്ട്സ്. നമ്മളപ്പോൾ ഇത് പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് കൊടുക്കാണ്ടതെന്ന്. ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. നമുക്ക് അപ്പോൾ ആദ്യം ഈ ഒരു അഡാപ്റ്റർ എടുക്കുക. അഡാപ്റ്റർ എടുത്തതിന് ശേഷം ഈ ഒരു റിസീവർ ബോർഡിനകത്ത് നമ്മുടെ ഈ 12 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യുക. എളുപ്പത്തിന് കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു കണക്ടർ ഉണ്ടോ, ഈ കണക്ടറിൽ 2 സൈഡും 2 ആരോ ഉണ്ടാവും. അതായത് 2 സൈഡിൽ ഒരു ഇതിലും ഒരു ആരോ ഉണ്ടാവും. അത് തമ്മിൽ ഒരുമിച്ച് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ വയറിൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിന് നമുക്ക് കണക്ട് ചെയ്യാം. ഈ സാധനമാണ് IR. ഈ ഒരു നമ്മുടെ ട്രാൻസിസ്റ്റർ പോലെ ഇരിക്കുന്ന ഈ ഒരു ബോർഡാണ് നമ്മുടെ IR. റിമോട്ടിൽ നിന്ന് വരുന്ന വേരിയേഷൻസ് എല്ലാം ഇതിലാണ് കണക്റ്റ് ആവുന്നത്. അതിനനുസരിച്ചാണ് ലൈറ്റിൻ്റെ നിറങ്ങളും അതിൻ്റെ ചേഞ്ചസും കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അതിനായിട്ട് ഇത് കറണ്ടിൽ കൊടുത്തു. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ആകാം. അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൈറ്റാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ റിമോട്ടിൽ 6 കണ്ടോ, RGB. അതായത് ഈ 3 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചുവപ്പ്, ഇതിൽ പച്ച, ഇതിൽ നീല, ഇതിൽ വേറെ കളർ മിക്സ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ കൊടുത്തേക്കുമ്പോൾ ഈ 2 കളറുണ്ടോ, ഈ കളറൊന്നും അങ്ങനെ കിട്ടത്തില്ല. നമുക്ക് ഇത്രയും കളറൊന്നും അങ്ങനെ കിട്ടത്തില്ല. ഇതൊക്കെ മിക്സായി വരുന്ന കളറാണ് കേട്ടോ. അത് വെറുതെ കൊടുത്തേക്കണാണ്. ഞാൻ ഈ മഞ്ഞയിൽ കാണിച്ചു തരാം. ഞാൻ മഞ്ഞ മാറ്റുകയാണ് കേട്ടോ. കണ്ടോ,
മഞ്ഞ പ്രസ് ചെയ്തപ്പോൾ റെഡും ഗ്രീനുമാണ് കത്തിയിട്ടുള്ളത്. ഇത് ഇനി ഈ ഒരു ഗ്രീനിൽ ഡാർക്ക് ഗ്രീനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂവും ഗ്രീനും വന്നിട്ടുണ്ട്. ഈ റെഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെഡും ബ്ലൂവും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് റിമോട്ടിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് സ്പീഡ് കൂട്ടാം, ഇത് സ്പീഡ് കുറയ്ക്കാം, ഓഫും ഓണും. ഇത് വോൾട്ടാണ് കേട്ടോ. ഇത് ഫ്ലാഷ്, ഇത് സ്ട്രോബ്, ഇത് ഫെയ്ഡ്, സ്മൂത്ത്. അതായത് ഫ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. നമ്മളത് ഫ്ലാഷാണ് ഇടുന്നത്. ഇതേണ്ടോ, ഫ്ലാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ. ഇനി നമുക്കൊന്ന് സ്പീഡ് ചേഞ്ച് ചെയ്യാം. നമ്മളൊന്ന് ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് സ്പീഡ്, നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് തന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യാം. വേണ്ടോ, നമ്മൾ സ്പീഡ് കൂട്ടിയപ്പോൾ തരുന്നില്ല, അടിപൊളിയായിട്ട് ലൈറ്റുകൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്കൊന്ന് സ്പീഡ് കുറയ്ക്കാം. വേണ്ടോ, ഇപ്പോൾ മാക്സിമം സ്ലോ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, മാക്സിമം സ്ലോ ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. നമ്മൾ അടുത്ത സ്ട്രോബാണ് കേട്ടോ നോക്കുന്നത്. വേണ്ടോ, അടിപൊളിയായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡൊന്ന് കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മളിത് സ്പീഡ് കൂട്ടിയാണ് കേട്ടോ. വേണ്ടോ, സ്പീഡ് കൂട്ടിയപ്പോൾ അവിടെ വരുന്ന ചേഞ്ച് കണ്ടോ, നല്ല സ്പീഡായതേ വരെയാണ് കേട്ടോ. കണ്ടോ, സ്പീഡായി വരുമ്പോൾ അടിപൊളിയായിട്ട് വേണ്ട, അടിപൊളിയായിട്ട് സ്പീഡ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലാഷ് നോക്കാം. ഇതുണ്ടോ, അപ്പോൾ നമ്മളിത് ഫ്ലാഷ് നോക്കിയിരിക്കുക. ഫെയ്ഡാണ് കേട്ടോ, ഫ്ലാഷിലെ ഫെയ്ഡാണ്. ഇത് നമുക്കൊന്ന് കൂട്ടാം. ഇതുണ്ടോ, കണ്ടോ, കൂട്ടിയപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊന്ന് കുറച്ച് നോക്കാം. വേണ്ട, കുറച്ചപ്പോൾ കണ്ടോ. ഇനി നമുക്ക് സ്മൂത്ത് നോക്കാം. വേണ്ട, സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി റിമോട്ടിൽ ലാസ്റ്റത്തെ ഓപ്ഷൻ കൂടെ നോക്കാം. സ്മൂത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്മൂത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട, അത് സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കിയോ. വേണ്ട, എന്താ അടിപൊളി സ്മൂത്ത്. വേണ്ട, ഓ അടിപൊളിയായിട്ടാണ് കാണാൻ, നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് ചെവരിലോ ടി വിയുടെ ബാക്കിലോ സ്റ്റാൻഡിൻ്റെ എവിടെയെങ്കിലും നമ്മൾ വച്ചിട്ടുണ്ട്. ടി വി സ്റ്റാൻഡ് സൈഡിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ടി വിയുടെ ഒപ്പം നല്ല രസമായിരിക്കും. ഈ ഗെയിമിങ് ഓപ്ഷൻ നമ്മുടെ CPU ഗെയിമൊക്കെ കളിക്കുമ്പോഴേ, മോണിറ്ററിൽ ഗെയിമൊക്കെ കളിക്കുമ്പോഴേ അതിൻ്റെ ബാക്കിലൊക്കെ ഈ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് പോകണ്ട, കിടന്ന് അങ്ങോട്ട് വെട്ടിട്ട് നമ്മൾ ഇനി ഒന്ന് കുറച്ച് നോക്കാം. അത് ഇതുണ്ടോ, കണ്ടോ, കുറച്ച് പതി അടിപൊളിയായിട്ടാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ആര് കണ്ടാലും നല്ല രസമെന്ന് പറയുന്നത്. നമുക്കിനി ഓരോ കളറായിട്ട് ഇട്ട് നോക്കാം. വേണ്ടോ, നമ്മൾ വീഡിയോയിൽ കാണും പോലെ അല്ല, കാണാൻ നല്ല രസമുണ്ട്. നേരിട്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇത് വാങ്ങാനുള്ള ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇട്ടേക്കും കേട്ടോ. ഇതേപോലെ നമുക്കിനി ഈ ഒരു കളർ നോക്കാം. ഇതേണ്ടോ, അടിപൊളിയായിട്ടാണ് കത്തുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം വില കുറവാണ്. നമ്മൾ വാങ്ങിച്ചത് 344 രൂപയാണ് കേട്ടോ. നമ്മൾ ഇത് വാങ്ങിച്ചത്. നമ്മൾ ഓരോ ദിവസം വാങ്ങിച്ച് കഴിയുമ്പോൾ ഇതിന് വില കൂടാൻ ചാൻസ് വരും. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇത് അടുത്ത കളർ ഇത് കണ്ടോ, കണ്ടോ. നമുക്കിനി ഇത്ര കളറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. വേറെ അങ്ങനെ കളർ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇത്ര കാര്യങ്ങളാണ് നമുക്കിതിൽ കിട്ടുന്നത്. എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കിങ് ടേപ്പ് വരുന്നുണ്ട്. നമുക്ക് വേറെ ടേപ്പ് വാങ്ങിച്ച് സ്റ്റിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിന് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. എളുപ്പമാണ് കേട്ടോ ഇത് കണ്ടോ. അടിപൊളിയായിട്ട് സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ എനിക്കൊരു സംശയമുള്ളത് 300 LED ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് തോന്നില്ല 300 LED ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും കേട്ടോ. ഇനി നമുക്ക് ഔട്ട്ഡോയിൽ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനുള്ള ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വിലയും ഞാൻ ഇട്ടേക്കാം. താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി ഇനിയും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് വി എബിൻ ജെയിൻ ആൻഡ് ഫെബിൻ ജെയിൻ സൈനിങ് ഔട്ട്.